Hello. Welcome to session 4. നമ്മുടെ previous വീഡിയോസിൽ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനും ട്രിഗ്നോമെട്രിക് ഇന്റഗ്രേഷനും കണ്ടു. അതെല്ലാം നമ്മൾ NCERT പെർസ്പെക്റ്റീവിൽ നിന്ന് NCERTയിലെ ചോദ്യങ്ങളായിരുന്നു. ഇനി നമ്മൾ അടുത്ത ഒരു 4-5 വീഡിയോയിൽ ഇതിന്റെ എല്ലാം തന്നെ കുറച്ച് ഹയർ ലെവൽ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മൾ അന്നേരം പ്രീവിയസ്ലി ചെയ്ത് തീർത്തത് 45-ാമത്തെ ചോദ്യമല്ലേ. അപ്പൊ നമുക്ക് 46-ാമത്തെ ചോദ്യം തൊട്ടങ്ങ് തുടങ്ങിയാലോ? എല്ലാവരും റെഡിയാണോ? ഓക്കെ. ഇനി മുതൽ നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ നോക്കുക. കിട്ടിയില്ലെങ്കിൽ എന്റെ നോക്കി തുടങ്ങുക. ഓക്കെ. കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് വളരെ നോർമൽ ആണ്. ഇൻസ്റ്റലി കിട്ടാത്തത് പതുക്കെ നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. ഫസ്റ്റ്, ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഡി ഓഫ് സൈൻ എക്സ്. ഇതേവരെ നിങ്ങൾക്ക് കിട്ടിയത് ഡി എക്സ് എന്നൊക്കെ അല്ലായിരുന്നു കിട്ടുന്നത്. ബട്ട് നിങ്ങൾക്ക് ഡി ഓഫ് സൈൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്നിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിനെ നമുക്ക് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ചെയ്യാം. ഓക്കെ, വി ക്യാൻ പുട്ട് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ടി. സോ ദിസ് ക്വസ്റ്റ്യൻ വിൽ ബിക്കം ഇന്റഗ്രൽ ടി ഡി ടി. ടി ഡി ടിയുടെ ഇന്റഗ്രൽ എന്താണ്? ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ടി എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് അല്ലെ. അതായത് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി എന്ന് ഈസി ആയിട്ട് നമുക്ക് ഈ മെത്തേഡിലൂടെ കിട്ടും. ഇത് മെത്തേഡ് 1. ഇതേ ചോദ്യം തന്നെ നമുക്ക് മെത്തേഡ് 2 ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഡി ഓഫ് സൈൻ എക്സ് എന്നുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം കോസ് എക്സ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണെന്ന് അറിയാം. അതായത് നമുക്ക് ഡി ഓഫ് സൈൻ എക്സിന് ഇങ്ങനെയും എഴുതിക്കൂടെ? കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നും എഴുതാം അല്ലെ. അപ്പൊ ഈ ചോദ്യം എങ്ങനെയായി മാറുന്നു? സൈൻ എക്സ് ഇൻറ്റു ഡി ഓഫ് സൈൻ എക്സിന്റെ കോസ് എക്സ് ഡി എക്സ് എന്നാക്കി നമുക്ക് മാറ്റാമല്ലോ. മാറ്റാം. സൈനും കോസും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. 2 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ട്രിഗ്നോമെട്രി എന്റെ വീഡിയോസ് കണ്ടവർക്കെല്ലാം നന്നായിട്ട് അറിയായിരിക്കും ഈ കാര്യം അല്ലെ. അപ്പൊ 2 സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ 2x ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ 2 ഉണ്ട് അല്ലെ. സൈൻ 2x ഡിവൈഡഡ് ബൈ 2 എന്നുണ്ട് അല്ലെ. ഈ സൈൻ 2xന്റെ ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ ഓഫ് സൈൻ 2x എന്ന് പറയുന്നത് മൈനസ് കോസ് 2x, ഇവിടെ ഡിവൈഡഡ് ബൈ 2. ഈ 2xന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2 അല്ലെ പ്ലസ് സി. അതായത് ദിസ് ഇസ് സെയിം ആസ് മൈനസ് കോസ് ഓഫ് 2x ഡിവൈഡഡ് ബൈ 4 പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഉത്തരം കിട്ടും. ഇതിനെ കൺവേർട്ട് ചെയ്ത് ഈ ഫോമിലേക്ക് നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഫോമിലേക്ക് വരുന്നതായിട്ട് കാണാനും സാധിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ രണ്ട് ഉത്തരവും സെയിം തന്നെയാണ്. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി മൈനസ് കോസ് ഓഫ് 2x ഡിവൈഡഡ് ബൈ 4 പ്ലസ് സി. ഓക്കെ, സോ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിൽ ഇങ്ങനെ ഡിഫറെന്റ് ആൻസേഴ്സ് വരുമായിരിക്കാം. ചിലപ്പോൾ ഓപ്ഷനിൽ ഇതായിരിക്കും ഉള്ളത്. ഇതിനെ ഇങ്ങോട്ടേക്ക് ട്രിഗ്നോമെട്രി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതിനെ ഇതിങ്ങോട്ടേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാമെന്ന് എനിക്കറിയാം. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഓൾ റൈറ്റ്, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 46-ാമത്തെ ചോദ്യം കഴിഞ്ഞു. അടുത്തത് നമുക്ക് 47-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 47-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 47-ാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പൊ ഈ സൈനും കോസും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 2 താഴെ കൊണ്ടുവരാം അല്ലെ. പക്ഷെ ഇത് സൈൻ സ്ക്വയർ ആണ്, അതുകൊണ്ട് നമ്മൾ 4 കൊണ്ടുവരണം അല്ലെ. സോ ഈ 4 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്ന് നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഇതിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് അല്ലെ. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിൽ 4 ഡി എക്സ് വരും. ഈ 4 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സിനെ 2 സൈൻ എക്സ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നും എനിക്ക് എഴുതുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇല്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 4 ഡി എക്സ് ഡിവൈഡഡ് ബൈ 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 2x ദി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ 4 dx ഡിവൈഡഡ് ബൈ സൈൻ 2x ദ ഹോൾ സ്ക്വയർ, അതായത് സൈൻ സ്ക്വയർ 2x എന്ന് നമുക്ക് എഴുതാം. ദിസ് ഇസ് ഇന്റഗ്രൽ 1 ബൈ സൈൻ എന്ന് പറയുന്നത് എന്താണ്? കൊസീക് 2x ദ ഹോൾ സ്ക്വയർ, കൊസീക് സ്ക്വയർ 2x എന്ന് നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊസീക് സ്ക്വയർ എക്സ് എന്തിന്റെ ഇന്റഗ്രൽ ആണ്? കോട്ടിന്റെ ഇന്റഗ്രൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് മൈനസ് കോട്ടിന്റെ അല്ലെ, കോട്ടിന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അപ്പോൾ കൊസീക് സ്ക്വയർ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോട്ട് വരത്തില്ലേ, അതായത് മൈനസ് കോട്ട് ഓഫ് 2x. ഇത്രയേ ഉള്ളൂ. ഇത് ഇന്നർ ഫംഗ്ഷൻ ഒരു ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് യു ഷുഡ് ഡിവൈഡ് ഇറ്റ് ബൈ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഇന്നർ ഫംഗ്ഷൻ. അതായത് ഡെറിവേറ്റീവ് ഓഫ് 2x അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പ്ലസ് സി എന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതും വെട്ടിപ്പോയി. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി മൈനസ് 2 ടൈംസ് ഓഫ് കോട്ട് 2x പ്ലസ് സി. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചു.
കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, ഗുഡ്. ഇതിനെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാമായിരുന്നോ? വേറൊരു രീതിയിൽ നമ്മൾ ഇതിനെ ചെയ്തിട്ടുണ്ട്, NCERT-യിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അതെങ്ങനെയായിരുന്നു? ഈ വണ്ണിനെ, ന്യൂമറേറ്ററിലുള്ള വണ്ണിനെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി എന്നിട്ട് ഡിവൈഡ് ചെയ്തു ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് പ്ലസ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് എഴുതിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആ മെത്തേഡിലൊന്നും നിങ്ങൾ ഒന്നും കൂടെ ചെയ്ത് നോക്കുക. ഞാൻ വേറൊരു മെത്തേഡിൽ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ചോദ്യം വീണ്ടും എടുത്തത്. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ 47ാമത്തെ ചോദ്യവും കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷനിൽ 48ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 48ാമത്തെ ചോദ്യം ഇതാണ്: ഇന്റഗ്രൽ ഓഫ് സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഒരു ചോദ്യം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ: ഇന്റഗ്രൽ ഓഫ് സൈൻ ക്യൂബ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് കോസ് ക്യൂബ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. അല്ലെ, ഈ സൈനിന്റെ കാര്യങ്ങളൊക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരുന്നുണ്ട് നമുക്ക്, പ്ലസ് ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്നും വരുന്നുണ്ട്. അല്ലെ, ഈ ഒരു സൈൻ ഡിവൈഡഡ് ബൈ ഒരു കോസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ടാൻ എക്സ് ആയി. പിന്നെ ബാക്കി എന്താ ഉള്ള? 1 ബൈ കോസ് എക്സ് ഉണ്ട്. 1 ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് സീക് എക്സ് ആണ്, ഡി എക്സ് എന്ന് കിട്ടും. പ്ലസ് ഇന്റഗ്രൽ അതേപോലെ തന്നെ ഇവിടെ കോസ് എക്സ് ബൈ ഒരു സൈൻ എക്സ് കോട്ട് എക്സ് ആണ്, ഇൻറ്റു 1 ബൈ സൈൻ എക്സ് എന്ന് പറയുന്ന കൊസീക് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിട്ട് കാണാം. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് സീക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്താണ്? സീക് എക്സ് ആണ്. മൈനസ് ഇന്റഗ്രൽ ഓഫ് കോട്ട് എക്സ് ഇൻറ്റു കൊസീക് എക്സ് എന്താണ്? മൈനസ് കൊസീക് എക്സ് ആണ്, പ്ലസ് സി ആണ്. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി സീക് എക്സ് മൈനസ് കൊസീക് എക്സ് പ്ലസ് സി. ഓക്കെ, സോ ദിസ് ഷുഡ് ബി ദ കറക്റ്റ് ആൻസർ. കാര്യം പിടികിട്ടിയ സീക് എക്സ് മൈനസ് കൊസീക് എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. സോ ഇതായിരുന്നു നമ്മുടെ 48ാമത്തെ ചോദ്യം. 48. നമ്മൾ 49ലേക്ക് ചെല്ലുന്നതിന് മുന്നേ 2-3 കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളെ പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ട്രിഗ്നോമെട്രിയിലുള്ളത് നമുക്കറിയാം, സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x-നെ നമുക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാമെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x എന്ന് പറയുന്നത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ സൈൻ റേസ് ടു 6x പ്ലസ് കോസ് റേസ് ടു 6x-നെ നമുക്ക് 1 മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാമെന്നും നമുക്ക് ഈസി ആയിട്ട് എഴുതാം. അല്ലെ, പിന്നെ നമുക്കറിയാം സൈൻ 3x എന്ന് പറയുന്നതിനെ 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ് എന്ന് എഴുതാമെന്നറിയാം. അതേപോലെ തന്നെ കോസ് 3x എന്നുള്ളതിനെ 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് എന്നും എഴുതാമെന്ന് നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഓക്കെ, ഇതൊന്ന് റിവൈസ് ചെയ്യേണ്ടി വരും ഇനി അങ്ങോട്ടുള്ള ചോദ്യം. അപ്പൊ 48ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചെങ്കിൽ നമുക്ക് 49ലേക്ക് കടക്കാം. 49ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് സൈൻ ക്യൂബ് എക്സ് ഡി എക്സ്? അല്ലെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് സൈൻ 3x 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ് ആണെങ്കിൽ നമുക്ക് സൈൻ ക്യൂബ് എക്സിനെ 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x ഡിവൈഡഡ് ബൈ 4 എന്ന് നമുക്ക് എഴുതാം. അല്ലെ, അപ്പൊ നമുക്ക് സൈൻ ക്യൂബ് എക്സിനെ 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x ഡിവൈഡഡ് ബൈ 4 എന്ന് നമുക്ക് എഴുതാമെന്ന് മനസ്സിലായി. അല്ലെ, സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓഫ് 3/4 ടൈംസ് ഓഫ് സൈൻ എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് സൈൻ 3x ഡിവൈഡഡ് ബൈ 4 എന്ന് നമുക്ക് എഴുതാമെന്ന് നമുക്ക് മനസ്സിലായി. അല്ലെ, അപ്പൊ 3/4 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കോസ് എക്സ് ആണ്. അല്ലെ, ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. മൈനസ് 1/4 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് അഗെയിൻ മൈനസ് കോസ് എക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് മൈനസ് കോസ് 3x ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് 3x എന്ന് പറയുന്നത് 3 വരും, പ്ലസ് സി വരും. അല്ലെ, സോ ദിസ് ഇസ് മൈനസ് 3/4 ടൈംസ് ഓഫ് കോസ് എക്സ് ഉണ്ട്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആയി, 4 × 3 12 ആയി, കോസ് 3x പ്ലസ് സി എന്ന് പറയുന്ന ഈസി ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിച്ചു. സോ 49th ഉത്തരം ഇതാണ്. അല്ലെ, അപ്പൊ 49th ചോദ്യവും കഴിഞ്ഞെങ്കിൽ
നമുക്ക് 50th ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാലോ കൂട്ടുകാരെ? 50th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ 50th ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. ഇതെല്ലാം ട്രിഗ്നോമെട്രി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഇന്റഗ്രൽ ഓഫ് tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x. ട്രിഗ്നോമെട്രി അറിഞ്ഞവർ പെട്ടെന്ന് ഇത് ചെയ്യും. ട്രിഗ്നോമെട്രിയിൽ എന്റെ കൂടെ ഇല്ലാത്തവരുടെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. tan 3x-നെ എനിക്ക് tan ഓഫ് 2x പ്ലസ് എക്സ് എന്ന് എഴുതാലോ. ഇതിനെ tan ഓഫ് a പ്ലസ് ബി ഫോമിൽ എഴുതി കഴിഞ്ഞാൽ tan a പ്ലസ് tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a ഇൻറ്റു tan b എന്ന് എഴുതാലോ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ tan 3x ഇൻറ്റു 1 മൈനസ് tan 2x ഇൻറ്റു 1 മൈനസ് tan 2x ഇൻറ്റു tan x ഇനെ എനിക്ക് tan 2x പ്ലസ് tan x എന്ന് എഴുതുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ ബ്രാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ tan 3x മൈനസ് tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x എന്ന് എഴുതി കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു tan 2x പ്ലസ് tan x എന്ന് എഴുതാലോ. ഈ ഡെറിവേഷൻ എല്ലാം നമ്മൾ ട്രിഗ്നോമെട്രിയിൽ കണ്ടതാണ്. നിങ്ങൾ ഐഡിയലി ഇത് കണ്ടപ്പോഴേ ഈ ഫോമാറ്റിലേക്ക് എഴുതണമായിരുന്നു. റീഅറേഞ്ച് ചെയ്ത് ഈ നെഗറ്റീവിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു, ഇവരെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും tan 3x മൈനസ് tan 2x മൈനസ് tan x എന്ന് പറയുന്നതിനെ tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x എന്ന് എഴുതാം അല്ലെ. അത് തന്നെയാണല്ലോ നമ്മുടെ ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് tan 3x മൈനസ് tan 2x മൈനസ് tan x. ഇത്രയല്ലേ ഉള്ളൂ. ഈസി ആയിട്ട് ഇനിയിപ്പോ ഇന്റഗ്രേറ്റ് ചെയ്തൂടെ. tan 3x-ന്റെ ഇന്റഗ്രൽ എന്താണ്? log mod sec of 3x അല്ലെ. log mod sec of 3x ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് 3x which is 3 മൈനസ് log mod tan of sec of 2x divided by derivative of 2x which is 2 minus log mod of tan x log mod of sec x divided by derivative of x which is 1 plus c. Then I live. So log mod sec of 3x divided by 3 minus log mod sec of 2x divided by 2 minus log mod sec x plus c. This has to be the final answer for you. So this was question number 50 for you. So ഈ ഫോർമാറ്റ് കാണുമ്പോഴേ ഡയറക്ട്ലി നിങ്ങൾ ഇത് ഓർമ്മ വരണമായിരുന്നു. ട്രിഗ്നോമെട്രി നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർ ഇനി അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ടൈം നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഈ ഒരു ഫോർമാറ്റ് പെട്ടെന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ 50th ചോദ്യം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 51st ചോദ്യത്തിലേക്ക് കടക്കാം. 51st ചോദ്യം എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് വളരെ സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമാണ്. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതൊരു ട്രിഗ്നോമെട്രിയുടെ റിവിഷനും കൂടെ ആയിട്ട് കൂട്ടാം. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്താണ്? കോസ് 2x ആണ് അല്ലെ. ഇന്റഗ്രൽ ഓഫ് കോസ് 2x എന്ന് പറയുന്നത് എന്താണ്? സൈൻ 2x ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് 2x which is 2 പ്ലസ് c എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നതായിട്ട് വരും. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി സൈൻ ഓഫ് 2x ഡിവൈഡഡ് ബൈ 2 പ്ലസ് c. ഓക്കെ, ഓൾറൈറ്റ്. ഇത് അങ്ങനെയാണെങ്കിൽ നമുക്ക് 52 ഇതും ഒരു ട്രിഗ്നോമെട്രിയുടെ റിവിഷൻ തന്നെയാണ്. ഇന്റഗ്രൽ ഓഫ് 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് എന്താണ്? നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സിന്റെ ഡെഫിനിഷൻ അല്ലായിരുന്നോ? ആണെന്ന് നമ്മളെല്ലാം ഇതെല്ലാം കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ ടാൻ ഓഫ് 5 by 4 പ്ലസ് എക്സിനെ ഈ ടാൻ ഓഫ് എ പ്ലസ് ബി ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടില്ലേ? കിട്ടും. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ ഓഫ് ടാൻ എന്താണ്? ലോഗ് മോഡ് സീക്ക് ഓഫ് എക്സിന് പകരം എന്താണ്? പൈ ബൈ 4 പ്ലസ് എക്സ് ആണുള്ളത് പ്ലസ് സി ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് 1 ആണല്ലോ. അതുകൊണ്ട് അവിടെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സോ 52ന്റെ ഉത്തരം ഇതാണ്. കാര്യം പിടിയിട്ടില്ലേ? ഓക്കെ, 52ന്റെ ഉത്തരം കിട്ടിയെങ്കിൽ അടുത്ത് നമുക്ക് 53ലേക്ക് കിടക്കാം. ഓക്കെ, 53ാമത്തെ ചോദ്യം ചോദിക്കുന്നത് വാട്ട് ഇസ് ഇന്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് എക്സ് ഡി എക്സ്. നിങ്ങൾക്ക് മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ ഒക്കെ ഓർമ്മയുണ്ടോ? സോ മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് ആകും വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് മൈനസ് എക്സ് ഡി എക്സ് ആകും വെൻ എക്സ് ഇസ് ലെസ് ദാൻ 0. കാര്യം റീഡിയില്ലേ? അപ്പൊ ഇതിനെ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ഇതാണ് ഏത് കേസിൽ? വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദിസ് ഷുഡ് ബി ദി ആൻസർ. ഈ കേസിലാണെങ്കിലോ ദിസ് ഷുഡ് ബി മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി വെൻ എക്സ് ഇസ് ലെസ് ദാൻ 0. മോഡുലസിന്റെ ഒക്കെ ഡെഫിനേഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫംഗ്ഷൻസ് ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലെ.
സോ ഇന്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തും. ഇതായിരുന്നു നമ്മുടെ 53ാമത്തെ ചോദ്യം. ഓക്കെ അല്ലേ? ഫൈൻ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 54ലേക്ക് കിടക്കാം. 54ാമത്തെ ചോദ്യം നിങ്ങളോട് പറയുന്നത് വാട്ട് ഇസ് ഇന്റഗ്രൽ ഓഫ് 1 + 2x² ഡിവൈഡഡ് ബൈ x² ഇൻറ്റു 1 + x². ഇതാണ് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇവിടെ ഒരു 1 + x² ഉണ്ട്. 1 + x² ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് ഡിവൈഡ് ചെയ്യാവുന്ന നോക്കായിരുന്നു. നമ്മളൊന്ന് ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂമറേറ്ററിലുള്ള 2x² എനിക്ക് x² + x² എന്ന് എഴുതി കഴിഞ്ഞാൽ ആരും എന്റെ കൈ കയറി പിടിക്കില്ലല്ലോ, ഇല്ല. അപ്പൊ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇതിനെ ഇനി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ ഓഫ് 1 + x² ഡിവൈഡഡ് ബൈ x² ഇൻറ്റു 1 + x² പ്ലസ് ഇന്റഗ്രൽ ഓഫ് x² ഡിവൈഡഡ് ബൈ x² ഇൻറ്റു 1 + x² dx എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എഴുതാം. 1 + x²ഉം 1 + x² പോയി, x²ഉം x² പോയി. സോ ദി ആൻസർ is simply the integral of integral 1 divided by x² dx plus integral 1 divided by 1 plus x² dx അല്ലെ? ഇന്റഗ്രൽ 1 by x² നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 1 by x² എന്ന് പറയുന്നത് ഇന്റഗ്രൽ x raised to -2 dx പ്ലസ് ഇന്റഗ്രൽ 1 by 1 plus x² dx. ഇതല്ലേ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അല്ലെ? 1 by x² എന്ന് പറയുന്നത് x raised to -2 ആണല്ലോ. ഇന്റഗ്രൽ ഓഫ് x raised to -2 എന്ന് പറയുന്നത് x raised to -1 ഡിവൈഡഡ് ബൈ -1 പ്ലസ് ഇന്റഗ്രൽ 1 by 1 plus x² എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് x ന്റെ ഡെറിവേറ്റീവ് അല്ലേ 1 by 1 plus x² പ്ലസ് c. സോ ദിസ് വിൽ ബി -1 by x പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് x പ്ലസ് c എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ ഈസി ആയിട്ട് ഇവിടെ എത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് എത്രാമത്തെ ചോദ്യമായിരുന്നു? 54 അങ്ങനെ കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? 54ാമത്തെ ചോദ്യവും ഓക്കെ. 54ാമത്തെ ചോദ്യം കഴിഞ്ഞെങ്കിൽ നമുക്ക് 55ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, 55ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. x² - 1 എന്ന് പറയുന്നത് എന്താണ്? x - 1 ഇൻറ്റു x + 1 ആണെന്നറിയാം. a + b ഇൻറ്റു a - b. അതേസമയം x³ - 1 എന്താണ്? x - 1 ഇൻറ്റു x² + x + 1 ആണ്. ഇതും നിങ്ങൾക്കറിയാം അല്ലെ? a³ - b³ എന്ന് പറയുന്നത് a - b ഇൻറ്റു a² + ab + b² അല്ലെ? ഈ കാര്യമെല്ലാം നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ x raised to 4 - 1 എന്താണ്? ഇതും x - 1 ഇൻറ്റു ഇവിടെ 2 ആയിരുന്നപ്പോ ഇവിടെ ഫസ്റ്റ് പവർ വന്നു, ഇവിടെ 3 ആയപ്പോ സെക്കൻഡ് പവർ തൊട്ട് തുടങ്ങി, ഇവിടെ 4 ആകുമ്പോൾ തേർഡ് പവർ തൊട്ട് x³ + x² + x + 1 വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഇതേ കാര്യം നിങ്ങൾ തന്നെ ഇപ്പൊ x raised to 18 - 1 ആയി കഴിഞ്ഞാലോ x - 1 ഇൻറ്റു 1 ലെസ് ദാൻ ദാറ്റ് x raised to 17 + x raised to 16 + etc + x + 1. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണിത്. ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, വളരെ ഒരുപാട് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നതിനെ പറ്റി ചിന്തിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും 54 കഴിഞ്ഞു, നമ്മള് 55ലേക്ക് ചെല്ലാം. 54 കഴിഞ്ഞിട്ട് 55ലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് x raised to 4 divided by x² + 1 dx. ഓക്കെ, x raised to 4 divided by x² + 1 dx എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഇതിന് എന്ത് ചെയ്യും? നമുക്ക് x raised to 4നെ +1ഉം -1ഉം ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇതിനെ x raised to 4 + 1 - 1നെ നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ? x raised to 4 - 1 + 1 divided by x² + 1 ഇങ്ങനെ ചെയ്യാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇന്റഗ്രൽ ആക്കാം. ഇന്റഗ്രൽ x raised to 4 - 1 by x² + 1 പ്ലസ് ഇന്റഗ്രൽ 1 divided by x² + 1 എന്നോ 1 + x² എന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം അല്ലെ? ഈ x raised to 4നെ ഒരു രീതിയിൽ ചെയ്യാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ x - 1 വെച്ചിട്ട് ചെയ്യാം. പക്ഷെ വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്തുകൂടെ? എന്താണത്? ഈ x raised to 4 എന്ന് പറയുന്ന x² the whole square ആണ്, -1 എന്ന് പറയുന്ന 1² ആണ് അല്ലെ? ആ രീതിയിൽ നമുക്ക് എഴുതാലോ. ഡിവൈഡഡ് ബൈ x² + 1 എന്ന് എഴുതാം, പ്ലസ് ഇന്റഗ്രൽ 1 by x² + 1 dx എന്ന് നമുക്ക് എഴുതാം. ഈ കാര്യം എല്ലാവർക്കും ചെയ്യാലോ. ഇവിടെ ഒരു a² - b² ഫോം ഇല്ലേ?
എയുടെ സ്ഥാനത്ത് എന്താണ് എക്സ് സ്ക്വയർ. സോ ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ് എന്ന് നമുക്ക് എഴുതാലോ. സോ എക്സ് സ്ക്വയർ പ്ലസ് 1ഉം എക്സ് സ്ക്വയർ പ്ലസ് 1ഉം നമ്മളത് വെട്ടിപ്പോയി. സോ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 മൈനസ് ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ്. ഇത് എഴുതാലോ. പ്ലസ് ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സി. വളരെ ഈസി ആയിട്ട് കിട്ടിയല്ലോ. നിങ്ങളിപ്പോ ഓർക്കുമായിരിക്കും എക്സ് റേസ് ടു 4 മൈനസ് 1നെ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും താഴെ ഉള്ളതിനെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിക്കണം. താഴെ ഉള്ളതിനെ നമ്മൾ എങ്ങനെ വെട്ടിക്കളയാമെന്ന് ഓർക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 1 വരുവാണെങ്കിൽ ഡയറക്ട്ലി വെട്ടിക്കളയാലോ. സോ ഈ ഫോർമാറ്റിൽ സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ ചോദ്യത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ഈ മെത്തേഡ് ആയിരുന്നു വേണ്ടത്. ഇതെല്ലാം നിങ്ങൾ കുറച്ചുകൂടെ ലോജിക്കലി ചിന്തിച്ചു തുടങ്ങും. പതുക്കെ പതുക്കെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ഒരു തോട്ട് പ്രോസസ് ഒക്കെ പതുക്കെ കിട്ടി തുടങ്ങും. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, കീപ് പ്രാക്ടീസിങ്. സോ 55 ചോദ്യങ്ങൾ നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് വെച്ച് ചെയ്യുന്നതും കൂടെ നമുക്കൊന്ന് ചെയ്യാം. 56ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. 56ാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് what is integral of x raised to 4 divided by, ഇപ്പൊ നമുക്ക് x minus 1 dx ആ. പ്രീവിയസ്ലി നമുക്ക് എന്താ ഉണ്ടായിരുന്നത്, അത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആയിരുന്നു. ഓക്കെ, ഇപ്പൊ എക്സ് മൈനസ് 1 ഡിനോമിനേറ്റർ വരുമ്പോൾ യു ഷുഡ് തിങ്ക് ന്യൂമറേറ്ററിൽ നമുക്ക് എക്സ് മൈനസ് 1 എങ്ങനെ കൊണ്ടുവരാം. അപ്പൊ നമ്മൾ എങ്ങനെ കൊണ്ടുവരും, വളരെ സിമ്പിൾ ആയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്ലസും മൈനസും ചെയ്യുന്നു. by x minus 1 dx ചെയ്യുന്നു. This integral x raised to 4 minus 1 divided by x minus 1 plus integral 1 divided by x minus 1 dx. Okay, ഇതിനെ നമുക്ക് x raised to 4 minus 1 നെ നമുക്ക് x minus 1 into x cube plus x square plus x plus 1 എന്ന് എഴുതാം. ഈ ടൈമിൽ നമ്മൾ ഇതിനെ എന്തുകൊണ്ട് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതില്ല, കാരണം താഴെ ഉള്ളത് x minus 1 ആണ്. വെട്ടിക്കളയാൻ ഇതാണ് എളുപ്പം. മനസ്സിലായോ? പ്ലസ് ഇന്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 dx എന്ന് പറയും. സോ ഇന്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് റേസ് ടു 4/4 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്, ലോഗ് മോഡ് എക്സ് മൈനസ് 1 പ്ലസ് സി എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ എത്തപ്പെടുകയുണ്ടായി. അല്ലേ, കാര്യം പിടിയിട്ടില്ലേ? സോ 56ാമത്തെ ചോദ്യവും നമ്മൾ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 57ലേക്ക് കടന്നാലോ. ചോദ്യം നമ്പർ 57ലേക്ക്. ചോദ്യം നമ്പർ 57 പറയുന്ന ഇതാണ്, ഇന്റഗ്രൽ ഓഫ് സൈൻ റേസ് ടു 8x മൈനസ് കോസ് റേസ് ടു 8x ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. അല്ലെ, ഈ സൈൻ റേസ് ടു 8x മൈനസ് കോസ് റേസ് ടു 8xനെ എനിക്ക് ഇത് സൈൻ റേസ് ടു 4x ദ ഹോൾ സ്ക്വയർ മൈനസ് കോസ് റേസ് ടു 4x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ഈ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്താണ്, നമുക്കത് അറിയാമായിരുന്നു. അത് സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4xന്റെ എക്സ്പാൻഷൻ ആണെന്ന് നമുക്കറിയാം. അല്ലെ, സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x. നമ്മൾ ഇനി ന്യൂമറേറ്ററിലുള്ള ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എ പ്ലസ് ബി, അതായത് സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ഇൻറ്റു എ മൈനസ് ബി വിച്ച് ഇസ് സൈൻ റേസ് ടു 4x മൈനസ് കോസ് റേസ് ടു 4x ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x എന്ന് എഴുതാം. രണ്ടും വെട്ടിപ്പോയി. സോ സൈൻ റേസ് ടു 4x മൈനസ് കോസ് റേസ് ടു 4x dxനെ നമുക്ക് എന്തെന്ന് എഴുതാം, ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ dx എന്ന് എഴുതി കൂടെ എഴുതാം. ഇതിനെയും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എ പ്ലസ് ബി സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു എ മൈനസ് ബി വിച്ച് ഇസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് dx എന്ന് നമുക്ക് എഴുതാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. ഈ സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അല്ലെ, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ്, കോസ് 2x ആണ്. സോ ദ ക്വസ്റ്റ്യൻ ചേഞ്ചസ് ടു മൈനസ് ഇന്റഗ്രൽ ഓഫ് കോസ് 2x dx. ഇന്റഗ്രൽ ഓഫ് കോസ് 2x എന്താണ്, സൈൻ 2x ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് 2x which is 2 plus c. So the answer will be minus sin 2x divided by 2 plus c എന്ന് പറയുന്ന ഒരു കിടിലം ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. ഇതായിരുന്നു നമുക്ക് 57ന്റെ കളി. ഓക്കെ, 57 കഴിഞ്ഞെങ്കിൽ അടുത്തയും 1-2 കാര്യങ്ങൾ ഞാൻ വീണ്ടും നിങ്ങളെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 1 പ്ലസ് കോസ് 2x എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ എക്സ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. 1 മൈനസ് കോസ് 2x എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ എക്സ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അതെ, 1
plus sin 2 theta a cos theta plus sin theta the whole square ആണെന്നില്ല എഴുതുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ 1 minus sin 2x തീറ്റയോ എക്സോ ഇതിനെ നമുക്ക് cos x minus sin x the whole square ആയിട്ട് എഴുതാമെന്ന് നമുക്കറിയാം. ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് 58ാമത്തെ ചോദ്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 58ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചോദ്യം ഇതായിരുന്നു, ഇന്റഗ്രൽ ഓഫ് cos x minus sin x divided by sin x plus cos x into 2 plus 2 sin 2x dx. ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കാം. എന്താ നമുക്ക് ഇതിൻ്റെ അകത്ത് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇതിന് നമുക്ക് ഇത് cos x നെ c എന്നും sin x നെ s എന്നും അങ്ങ് എഴുതുക കേട്ടോ, എളുപ്പത്തിനായിട്ട്. ഓക്കെ, ഇൻറ്റു 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 plus sin 2x നമുക്ക് കിട്ടുന്നുണ്ട്, dx കിട്ടുന്നുണ്ട് അല്ലെ. സോ ദിസ് ഇസ് cos x minus sin x divided by sin x plus cos x into 2 into 1 plus sin 2 theta എന്ന് പറയുന്നത് cos theta plus sin theta whole square അല്ലേ. സോ c plus s the whole square നമുക്ക് എഴുതാം. c plus s ഉം ഒരു c plus s ഉം വെട്ടിപ്പോയി അല്ലെ. So this will become integral of 2 times of cos theta plus sin theta into cos theta minus sin theta അല്ലെ. That is cos square x minus sin square x എന്ന് വന്നു, വളരെ സിമ്പിൾ ആയിട്ട് dx എന്ന് വന്നു, a plus b into a minus b, which is 2 times of integral of cos square x minus sin square x എന്ന് പറയുന്നത് എന്താണ്, cos 2x തന്നെയാണ്. വീണ്ടും ഇതിന്റെ ഇന്റഗ്രൽ നമുക്ക് എഴുതാനായിട്ട് ഇതില് നമുക്ക് ഉണ്ടായിരുന്നത് ഇത്രയും തന്നെ, സെയിം നത്തിങ്. ഇന്റഗ്രൽ ഓഫ് 2 times of integral of cos 2x എന്ന് പറഞ്ഞു. 2 times integral of cos 2x എന്താണ്, sin 2x divided by derivative of 2x which is 2 plus c എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തി. സോ ദി ആൻസർ വിൽ ബി sin 2x plus c എന്ന് പറയുന്നൊരു ഈസി ആയിട്ടുള്ളൊരു ഉത്തരത്തിലേക്ക് നമുക്ക് 58ാമത്തെ ചോദ്യത്തെ കൊണ്ടെത്താനായിട്ട് പറ്റി. എന്റെ ബാറ്ററി പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് 59ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് x raised to 5 into tan inverse of x plus cot inverse of x എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ x raised to 51 വെച്ചേക്കട്ടെ. സോ ഇന്റഗ്രൽ ഓഫ് x raised to 51 into tan inverse of x plus cot inverse of x എന്ന് പറയുന്നത് എത്രയാണ്, π/2 ആണ് അല്ലെ. സോ വെറും സിമ്പിൾ ചോദ്യം, π/2 times of integral of x raised to 51 dx എന്താണെന്ന്. π/2 times of x raised to 51 എന്താണ്, x raised to 52 divided by 52 plus c. So this should be the final answer for you here. ഈ കാര്യവും പിടികിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആയിട്ട് ഇന്നത്തെ ഒരു 60ാമത്തെ ചോദ്യത്തോടു കൂടി നിർത്താം. ഇന്റഗ്രൽ ഓഫ് sin x into cos x into cos 2x into cos 4x into cos 8x dx. ഡയറക്റ്റ് ഫോർമുല നമ്മൾ പഠിച്ചാണ്. ഇവിടെ ആദ്യം തുടങ്ങുന്നത് എന്താണ്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 sin x cos x sin 2x ആവും. എഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 2 sin 2x cos 2x cos 4x ആവും. അങ്ങനെ അങ്ങ് പോകും. എവിടെ വരെ പോകും, 16 വരെ പോകും. സോ ദിസ് വിൽ ബി 1/16 times of integral of sin of 16x dx. കാര്യം പിടിയിട്ടില്ല. ഇവിടെയും ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് sin 2x ആയി. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 sin 2x cos 2x which is cos 4x ആവും. വീണ്ടും 2 കൊണ്ട് അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ 16 വരെ എത്തി കിട്ടുമെന്നറിയാലോ. ഇതെല്ലാം നമ്മൾ ട്രിഗ്നോമെട്രിയിൽ ചെയ്ത് തന്നെയാണ്. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 1/16 times of integral of sin എന്ന് പറയുന്നത് minus cos 16x divided by derivative of 16x എന്ന് പറയുന്നത് 16 plus c. So this should be the final answer. Okay, നമ്മൾ 60 ചോദ്യം സക്സസ്ഫുള്ളി ചെയ്തിരിക്കുകയാണ്. So thank you so much for watching. Don't forget to like, share and subscribe. Share it with all your friends. Okay, thank you my dear friends. Bye bye. Have a nice day.